തകർന്ന വീടിനു മുന്നിൽ ഒരു അമ്മ തന്റെ കുഞ്ഞിനെയും കൈയിലെടുത്ത് കരയുന്നത് സങ്കൽപ്പിക്കുക. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു ജെറുസലേമിനെ ഓർത്ത് കരയുന്നത് എന്തുകൊണ്ടാണെന്ന് ആ ചിത്രം കൃത്യമായി പകർത്തുന്നു. അവൻ ദുർബലനല്ല, അവൻ പരാജിതനല്ല. സ്നേഹം വളരെ ആഴമേറിയതും വ്യക്തിപരവുമായ ഒരു ദൈവമാണ്. മനുഷ്യ കഷ്ടപ്പാടുകൾ അവനെ കണ്ണീരിലാഴ്ത്തും. യേശു ഇന്ന് നമ്മുടെ ലോകത്തെ നോക്കിയാൽ അവന്റെ കണ്ണുനീർ വീണ്ടും വീഴും. ഇസ്രായേലിനെയും പലസ്തീനെയും കീറുമുറിക്കുന്ന അക്രമത്തിൽ അവൻ കരയും. ഉക്രൈനിൽ തുടരുന്ന നാശത്തിൽ അവൻ കരയും. വിദ്വേഷവും യുദ്ധവും നിരപരാധികളുടെ ജീവിതങ്ങളെ തകർക്കുന്നിടത്തെല്ലാം അവൻ കരയും. ശത്രുത നേരിടുന്ന ഒഡീഷയിലെയും ഛത്തീസ്ഗഡിലെയും ചില ഭാഗങ്ങളിൽ ക്രിസ്ത്യാനികൾക്കായി അവൻ കരയും. സമ്മർദ്ദത്തിൽ നിശബ്ദമായി ആരാധിക്കുന്ന ചിറ്റഗോങ്ങിലെ വിശ്വാസികൾക്കായി. ബൊക്കോ ഹറാമിന്റെ നിഴലിൽ എല്ലാ രാത്രിയും ഉറങ്ങുന്ന നൈജീരിയയിലെ കുടുംബങ്ങൾക്കായി. ഹരിയാനയിലെ ആ ചെറിയ പ്രാർത്ഥനാ സംഘത്തിനായി അവൻ കരയും. പുലർച്ചെ ഗ്രാമവാസികൾ ചുറ്റും കൂടി അവരുടെ ബൈബിൾ തീയിലേക്ക് എറിയാൻ പറഞ്ഞു. മൂപ്പൻ മുന്നോട്ടുവന്ന്, ഈ വാക്കുകൾ എന്റെ ശ്വാസമാണ് എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൽ വേരൂന്നിയ ഹൃദയത്തിന്റെ ധീരമായ ലാളിത്യത്തോടെയാണ് അദ്ദേഹം സംസാരിച്ചത്. ജനക്കൂട്ടം ചിതറിപ്പോയി, പക്ഷേ ഭയം തുടർന്നു. യേശു അത് കാണുന്നു. യേശു അത് നിലനിർത്തുന്നു. സൃഷ്ടിയുടെ മുറിവുകളും അവൻ കാണുന്നു. ഉയരുന്ന ജലാശയങ്ങൾ, കത്തുന്ന വനങ്ങൾ, വരണ്ട ഭൂമി. ദൈവം നമ്മെ ഏൽപ്പിച്ചതുപോലെ നാം അതിനെ പരിപാലിക്കാത്തതിനാൽ സൃഷ്ടി നിലവിളിക്കുന്നു. സാമ്പത്തിക അനീതി മൂലമുണ്ടാകുന്ന മുറിവുകളും അവൻ കാണുന്നു. ദരിദ്രർ ദൈനംദിന ഭക്ഷണത്തിനായി പാടുപെടുമ്പോൾ സമ്പന്നരെ ഉയർത്തുന്ന വ്യവസ്ഥകൾ, വളരെയധികം കാണാത്തതും കേൾക്കാത്തതുമായ ഘടനകൾ. യേശു അവർക്കുവേണ്ടിയും കരയുന്നു. എന്നാൽ അവന്റെ കണ്ണുനീരിൽ മറഞ്ഞിരിക്കുന്ന കൃപ ഇതാ. യേശുവിന്റെ കണ്ണുനീർ അവസാനമല്ല. അവ പ്രത്യാശയുടെ തുടക്കമാണ്. നമ്മുടെ അനുകമ്പയെ ഉണർത്താൻ അവൻ കരയുന്നു. നമ്മുടെ ധൈര്യം ഉണർത്താൻ അവൻ കരയുന്നു. ഈ ലോകത്തെ സുഖപ്പെടുത്തുന്നതിൽ നമുക്ക് ഭാഗമാകാൻ കഴിയുമെന്ന് അവൻ വിശ്വസിക്കുന്നതിനാൽ അവൻ കരയുന്നു. കഷ്ടപ്പെടുന്നവരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സുഡാനിലെ വിശുദ്ധ ജോസഫിൻ ബക്കിതയെ നാം ഓർക്കുന്നു. കണ്ണുനീർ താഴ്വരയിലൂടെ നടന്നിട്ടും വെളിച്ചം നിറഞ്ഞ ഹൃദയവുമായി ഉയർന്നുവന്ന ഒരു സ്ത്രീ. കുട്ടിയായിരിക്കെ തട്ടിക്കൊണ്ടുപോയി അടിക്കുകയും മുറിവേൽപ്പിക്കുകയും അടിമത്തത്തിലേക്ക് വിൽക്കുകയും ചെയ്ത അവൾക്ക് നിരാശയിൽ മുങ്ങിത്താഴാമായിരുന്നു. പകരം ദൈവം അവളുടെ മുറിവുകളെ കൃപയാക്കി മാറ്റി. അവൾ ക്ഷമിച്ചു. അവൾ സ്നേഹിച്ചു. അവൾ മുഴുവൻ ലോകത്തിനും പ്രത്യാശയുടെ സാക്ഷിയായി. ദൈവത്തിന്റെ കൈകളിൽ വയ്ക്കുമ്പോൾ ഒരു കണ്ണുനീർ പോലും പാഴാകില്ലെന്ന് അവളുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. അതിനാൽ ഈ ആഴ്ച ലളിതമായ എന്തെങ്കിലും ചെയ്യാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഇവിടെയുള്ള ഓരോ ഹൃദയത്തിനും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒന്ന്. കഷ്ടതയുടെ ഒരു സ്ഥലത്തിനായി പ്രാർത്ഥിക്കുക, ഒന്ന് മാത്രം. സ്നേഹത്തിന്റെ ഒരു മൂർത്തമായ പ്രവൃത്തി ചെയ്യുക, ഒന്ന് മാത്രം. ദയ ആവശ്യമുള്ള ഒരാളെ സഹായിക്കുക, ഒന്ന് മാത്രം. സൃഷ്ടിയുടെ ഒരു ചെറിയ കോണിനെ സുഖപ്പെടുത്തുക, ഒന്ന് മാത്രം. നമ്മൾ ഓരോരുത്തരും ഒരു തുള്ളി കരുണ നൽകിയാൽ ദൈവം അതിനെ കൃപയുടെ നദിയാക്കി മാറ്റും. അവന്റെ ഹൃദയത്തിലേക്ക് നമ്മെ അടുപ്പിക്കാൻ യേശു കരയുന്നു. യേശു കരങ്ങളും കാലുകളുമായി നമ്മെ ലോകത്തിലേക്ക് അയക്കാൻ കരയുന്നു. പ്രത്യാശ മറന്നുപോയിടത്ത് പ്രത്യാശയുടെ വാഹകരാക്കാൻ യേശു കരയുന്നു. ഇന്ന് നാം ദിവ്യകാരുണ്യത്തെ സമീപിക്കുമ്പോൾ വിശുദ്ധ ജോസഫിൻ ബക്കീത്തയുടെ സൗമ്യമായ ശക്തി നമ്മെ പ്രചോദിപ്പിക്കട്ടെ. ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളെ അവിടുത്തെ പോലെയാക്കട്ടെ. അനുഭവിക്കാൻ തയ്യാറാണ്. പ്രവർത്തിക്കാൻ തയ്യാറാണ്. സ്നേഹിക്കാൻ തയ്യാറാണ്. ആമേൻ.